യൂട്യൂബ് വീഡിയോയിൽ കണ്ട ഹിപ്നോട്ടിസം പരീക്ഷിക്കാൻ ശ്രമിച്ച കുട്ടികൾ ബോധരഹിതരാകുന്നു. കൊടുങ്ങല്ലൂരിന് സമീപത്തെ ഒരു സ്കൂളിലെ 4 വിദ്യാർത്ഥികളാണ് ബോധരഹിതരായത്. ഇങ്ങനെയൊക്കെ ഹിപ്നോട്ടിസം പരീക്ഷിക്കാൻ ഇറങ്ങി സംഭവിച്ചത് വല്ലാതെ ഞെട്ടലുണ്ടാക്കുന്നതാണ്. ഈ വാർത്തയുടെ വിശദാംശം 2 ദിവസം മുമ്പ് നടന്നൊരു ന്യൂസാണിത്. നിങ്ങൾ ഈ ന്യൂസ് കണ്ടിട്ടുണ്ടോ? ഈ ന്യൂസിൽ ആ കുട്ടി ചെയ്തത് കാര്യങ്ങളോ അല്ലെങ്കിൽ ഈ പറഞ്ഞ മാതിരി അതിൽ ശരിയോ തെറ്റോ അതിനെക്കുറിച്ചല്ല ഞാൻ സംസാരിക്കാൻ പോകുന്നത്. ഞാൻ അവിടെ കാണുന്ന ഒരു സാധനമുണ്ട്. കാരണം ആ കുട്ടി ചെയ്തത് എവിടെ നിന്നോ എടുത്തു എന്നുള്ളത്. യൂട്യൂബ് എന്ന് പറഞ്ഞാൽ ആ വലിയ സാധ്യതകളെ കുറിച്ചാണ് ഞാൻ പറയുന്നത്. നമ്മൾ യൂട്യൂബ് കാണുന്നത് എന്തിനാ? വല്ല കോമഡിയോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും എൻ്റർടൈൻമെൻറ്റിന് വേണ്ടിയിട്ടാണ്. ഇപ്പം ആ കുട്ടി എന്തിനാ ഉപയോഗിച്ചേ? ഒരു സ്കില്ല് പഠിച്ചെടുക്കാൻ ശ്രമിച്ചത്. പഠിച്ച രീതിയോ ഒക്കെ ശരിയാണോ തെറ്റാണോ എന്നുള്ളത് ഞാൻ സംസാരിക്കുന്നില്ല. അപ്പം നമ്മുടെ മുമ്പിലുള്ളത് ഓപ്പർച്യൂണിറ്റി ആയി പറഞ്ഞു തരുന്നത്. നമ്മൾ പല മേഖലയിലും ഈ പറഞ്ഞ മാതിരി ജീവിതത്തിൽ പല സ്ഥലത്തും സ്റ്റക്കായ ആൾക്കാരുണ്ടാവും. നമ്മൾ ഈ കാണുന്ന വീഡിയോ കാണുന്നവരും ചിലപ്പം പഠിക്കാൻ പറ്റാത്ത പല കാരണങ്ങൾ കൊണ്ടും, ചിലപ്പോൾ ഈ പറഞ്ഞ മാതിരി എഡ്യൂക്കേഷൻ പല സ്ഥലത്തും ഡ്രോപ്പ് ചെയ്ത ആളുണ്ടാവും. ചിലപ്പം ജീവിത സാഹചര്യങ്ങൾ കൊണ്ടോ അല്ലെങ്കിൽ ഫിനാൻഷ്യൽ പ്രശ്നങ്ങൾ കൊണ്ടോ എന്തെങ്കിലും ആവട്ടെ, അവിടെയൊക്കെ സ്റ്റക്കായ ആൾക്കാരുടെ ജീവിതം അവരെന്താ ഉദ്ദേശിക്കുന്നത്? അവരെന്താ ചിന്തിക്കുന്നത്? എൻ്റെ ലൈഫ് ഇവിടെ അവസാനിച്ചു, ഇനി എനിക്ക് മുമ്പോട്ടൊന്നും ചെയ്യാൻ കഴിയുന്നില്ല, എന്താ ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് ചെയ്യാന്നുള്ളതാണ്. ചിലപ്പോൾ ഈ പറഞ്ഞ മാതിരി വിദ്യാഭ്യാസത്തിൻ്റെ കുറവുകൊണ്ടോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും സ്കില്ലിൻ്റെ കുറവുകൊണ്ടോ നമ്മുടെ ജോബിൽ ഉയർച്ചയോ അല്ലെങ്കിൽ ജീവിതത്തിലുള്ള ഉയർച്ചക്കോ ബുദ്ധിമുട്ടുണ്ടാവും. അവിടെയൊക്കെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന സാധനമാണ് യൂട്യൂബ്. അതെങ്ങനെ ഉപയോഗിക്കാന്ന് വെച്ചാൽ, നമുക്ക് ടെക്നോളജിയൊക്കെ എക്സാമ്പിളിന് ഇപ്പം ChatGPT ഉണ്ട്, അല്ലെങ്കിൽ മെറ്റ ഉണ്ട്, യൂട്യൂബ് ഉണ്ട്. അപ്പോൾ ഇത്തരം സാഹചര്യം എന്ന് പറഞ്ഞാൽ അത്ര നല്ലൊരു സാഹചര്യത്തിലാണ് നമ്മളിപ്പം ജീവിച്ചിരിക്കുന്നത്. എന്നിട്ട് നമ്മളെ ജീവിതത്തിൽ നമ്മളെ ഉയർച്ചക്കോ ഒന്നിനും ഇത് ഉപയോഗിക്കാൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ നമ്മളെ സമയം വേസ്റ്റ് ആക്കുകയാണ് ശരിക്കും പറഞ്ഞാൽ. ഇപ്പോൾ നമ്മളൊരു ജോലി ഇപ്പം കുറച്ചും കൂടി എന്തെങ്കിലും പഠിക്കാൻ പറ്റുന്ന പല കാര്യങ്ങളും ഉണ്ടാവും. അല്ലെങ്കിൽ ഇപ്പം എന്തും ആവട്ടെ, ഏത് കോഴ്സ്, ഇന്ന കോഴ്സ് എന്നില്ല. ഇപ്പം ഈ കുട്ടി പഠിച്ച പോലെ നമുക്ക് പല കോഴ്സുകളും നമുക്ക് പഠിക്കാൻ കഴിയും യൂട്യൂബ് നോക്കിയിട്ട്. മെഡിക്കൽ ഒഴികെ ബാക്കി എന്തും നമുക്ക് യൂട്യൂബിൽ നിന്ന് പഠിച്ചെടുക്കാൻ പറ്റുന്ന കേസാണ്. ഇപ്പോൾ കോഡിങ്ങിന് വേണ്ടി ഡിഗ്രിയോ PGയോ അല്ലെങ്കിൽ അതിൽ ഇപ്പം പറഞ്ഞാൽ ആ സോഫ്റ്റ്വെയറിൽ വലിയ കോഴ്സിലോ ഒന്നിനും ആവശ്യമില്ല. നിങ്ങൾക്കിപ്പോൾ കോഡിങ് പഠിക്കാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ ജസ്റ്റ് യൂട്യൂബ് മതി. യൂട്യൂബ് നോക്കിയിട്ട് നിങ്ങൾ കോഡിങ് പഠിച്ച് ജസ്റ്റ് ഒരു പ്രോജക്റ്റ് നിങ്ങൾ ചെയ്തിട്ട് ഒരു ഇൻ്റർവ്യൂവിന് പങ്കെടുത്താൽ, ഇൻ്റർവ്യൂവിന് ചിലപ്പോൾ അവർ ക്വാളിഫിക്കേഷൻ കുറേ പറയുമായിരിക്കും, പക്ഷെ ഒരു ക്വാളിഫിക്കേഷനും ഇല്ല. ഇപ്പോൾ എക്സാമ്പിൾ നിങ്ങൾക്ക് 10th ആണ് അല്ലെങ്കിൽ +2 ആണ്, ബേസിക് ഇംഗ്ലീഷേ അറിയൂ, നിങ്ങൾക്ക് കോഡിങ് അറിയുമെങ്കിൽ ഒരു ഇൻ്റർവ്യൂവർ നിങ്ങളോട് ചോദിക്കുമ്പോൾ ഓക്കെ ഞാൻ ഇന്ന് ചെയ്തു ആ പ്രോജക്റ്റും കാര്യങ്ങളും കാണിച്ചു കൊടുത്താൽ നിങ്ങൾ ആ ജോലി സെലക്റ്റഡ് ആണ്. അങ്ങനെ അത്ര ഓപ്പർച്യൂണിറ്റി ഉള്ള ഒരു ലോകത്താണ് ജീവിച്ചിരിക്കുന്നത്. ഇപ്പോൾ കുട്ടികൾക്കാവട്ടെ, ഇപ്പോൾ ഒരാൾക്ക് ഗെയിമിനുള്ള താല്പര്യം, അവർക്ക് ആ ഗെയിമിൽ കരിയർ ഉണ്ടാക്കാം. ഇന്ന് ഗെയിം ഡിസൈനർ മുതൽ അങ്ങനെ പല ഓഫറുകളുണ്ട് ഇന്ന്. അങ്ങനെ ഒരു ലോകത്ത് നിന്നിട്ടാണ് നമ്മളിതൊന്നും ഉപയോഗിക്കാണ്ടിരിക്കുന്നത്. അപ്പോൾ എന്താക്കണം? നമുക്ക് അങ്ങനെ എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ടോ അല്ലെങ്കിൽ ഇപ്പോൾ ഫിലിം ഇൻഡസ്ട്രിയിൽ കയറുന്ന ഒരു ആഗ്രഹമില്ല ഒരാൾ, നമ്മൾ ഈ അവസരത്തിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യും? ഒരുപാട് ഈ പറഞ്ഞ മാതിരി ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യും, അല്ലെങ്കിൽ ഈ പറഞ്ഞ മാതിരി ഏതെങ്കിലും കാസ്റ്റിംഗ് ഉണ്ടെങ്കിൽ അവിടെ പോകും. അതിൻ്റെ എന്താ ആവശ്യം? നമ്മൾ നല്ലൊരു ഫോൺ നമ്മളടുത്തുണ്ടെങ്കിൽ ഒരു ഷോർട്ട് ഫിലിം ചെയ്തൂടെ? ഈ ഒരു ഷോർട്ട് ഫിലിമിൻ്റെ ബേസിൽ മാത്രം സിനിമയിലേക്ക് ഇറങ്ങിയില്ലേ? ഇപ്പം നമുക്ക് അബു സലീം എന്നല്ല, അബു ഒരു ഇൻസ്റ്റാഗ്രാം ഇൻഫ്ലുവൻസറാണ്. അദ്ദേഹത്തിൻ്റെ വീഡിയോ നമ്മൾ ശ്രദ്ധിച്ചെന്ന് അറിയില്ല, വളരെ അട്രാക്റ്റീവായ വീഡിയോ ആയിരിക്കും. അതിൽ മെയിനായിട്ട് അദ്ദേഹത്തിൻ്റെ കഴിവിനുപരി ആ ഒരു ക്യാമറമാനാണ്. ആ ക്യാമറ എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന് അതേ ആളായിരിക്കണം. അപ്പോൾ അദ്ദേഹം അത്ര അടിപൊളിയായിട്ട് വീഡിയോ എടുക്കുന്നത്. മൂപ്പർക്ക് സിനിമയിൽ കയറാൻ ഈ ഒരു ഷൂട്ട് ചെയ്ത ഈ വീഡിയോസ് മാത്രം മതി. അപ്പോൾ അത്ര പോലും നമുക്കിവിടെ അവസരങ്ങളുടെ ഒരു ലോകത്താണ് നമ്മൾ ജീവിച്ചിരിക്കുന്നത്. അപ്പം നമ്മൾ ലൈഫിൽ എവിടെയെങ്കിലും ഒരു സ്റ്റക്കായ ആൾക്കാരുണ്ടെങ്കിൽ തുടർന്ന് എന്ത് സാധ്യത? ഇപ്പം പണമാണ് നമ്മളെ പ്രശ്നമെങ്കിൽ, പണം നമുക്ക് പ്രശ്നമെങ്കിൽ യൂട്യൂബ്, ഈ മെറ്റ, ഈ പറഞ്ഞ മാതിരി ChatGPT ഇതൊക്കെ ഉപയോഗിച്ച് നമുക്കിത് പ്രോബ്ലം പരിഹരിക്കാം. പണം ഉണ്ടാക്കാൻ പറ്റുന്ന എത്രയോ വഴികൾ നമുക്കത് കാണിച്ചു തരും. അതിനുള്ള സ്കില്ല് നമുക്ക് പഠിച്ചെടുക്കാനുള്ള പ്ലാറ്റ്ഫോമും കൂടിയാണ് യൂട്യൂബ്. ഇനി നമുക്ക് സ്നേഹമാണ് പ്രശ്നം. സ്നേഹമാണ് പ്രശ്നമെങ്കിൽ നമ്മളെ സ്നേഹിക്കാൻ തുടങ്ങുക എന്നുള്ളതാണ്. അപ്പോൾ നമ്മളെ സ്നേഹിക്കാൻ എങ്ങനെയാണ് നമ്മളെ സ്നേഹിക്കുക അതിനെക്കുറിച്ചുള്ള വീഡിയോ ഉണ്ട് യൂട്യൂബിൽ. നമുക്ക് എന്തൊക്കെ നമുക്ക് പോരായ്മ ഉണ്ടെന്ന് നമുക്ക് തോന്നുന്നുണ്ടോ? സെൽഫ് ഇമ്പ്രൂവ്മെൻറ്റ്, അല്ലെങ്കിൽ എനിക്ക് സംസാരിക്കാനുള്ള കഴിവില്ല, അതെങ്ങനെ ഇമ്പ്രൂവ് ചെയ്യുക?
അതുപോലും നമുക്കുണ്ട്. നമുക്ക് എന്തൊക്കെ കഴിവുണ്ടോ, നമ്മളത് സമയം മാത്രം മതി. നമ്മളിപ്പോൾ ഈ പറഞ്ഞ മാതിരി റീൽസ് കണ്ടിട്ടും അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും വീഡിയോ കണ്ട് നമ്മൾ സമയം കളയുന്ന ആ സമയം മതി നമ്മുടെ ലൈഫ് ഒന്ന് മാറ്റാൻ. ഇനിയിപ്പോൾ പറഞ്ഞാൽ ഫിറ്റ്നസ്, ഓക്കെ എനിക്ക് ഫിറ്റ്നസ്സിന് ആവശ്യമുണ്ട്, പക്ഷേ എനിക്കിപ്പോൾ ജിമ്മിന് വർക്കൗട്ട് പോകാനോ എനിക്ക് അതിനുള്ള സ്പെൻഡ് ചെയ്യാൻ പൈസ ഇല്ല അല്ലെങ്കിൽ സമയം ഇല്ല എന്ന് തോന്നുന്ന ഒരാൾക്കുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഈ വർക്കൗട്ട് ചെയ്യുന്ന പല വർക്കൗട്ടും നമുക്ക് വീട്ടിൽ ചെയ്യാൻ പറ്റുന്നുണ്ട്. അതെന്താക്കുക, നല്ലൊരു അഡ്വൈസർ എന്ന് വെച്ചാൽ ഏറ്റവും മികച്ച അഡ്വൈസർ ആയിരിക്കും യൂട്യൂബറായിട്ട് വരുന്നത്. അതാണ് ഇപ്പോൾ എക്സാമ്പിളിന് ഞാനിപ്പോൾ ഒരു ജിം ട്രെയിനർ ആണെങ്കിൽ ഒരു ബേസിക് നോളജ് ഉള്ള ഒരു ജിം ട്രെയിനർ ആയിരിക്കും എൻ്റെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ഉണ്ടാവില്ല. കാരണം അതിനുള്ള അയാൾക്ക് എന്ത് സാലറി കിട്ടുന്ന ആ ഒരു ക്വാളിഫിക്കേഷനിൽ ആളെ കിട്ടും. അപ്പൊ എന്താക്കും, പക്ഷെ ഒരു യൂട്യൂബിലാണെങ്കിലോ അത്ര സ്കിൽഡായ ഒരാളെ അഡ്വൈസ് ആണ് നമുക്ക് കിട്ടുന്നത്. അപ്പൊ നമുക്ക് ശരിക്കും പറഞ്ഞാൽ ഒരു അത്രയും നമുക്ക് ഇതാണ് ഈ പറഞ്ഞ ഒരു എഡ്യൂക്കേഷൻ സെക്ടറിലും അതാണ് തന്നെ. നമുക്കിപ്പോൾ നമ്മളൊരു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പോയിട്ട് ഒരു കോഴ്സ് പഠിക്കുന്നതും അതിനേക്കാൾ എത്രയോ എക്സ്പീരിയൻസും സ്കില്ലും ഉള്ള ആൾക്കാരാണ് യൂട്യൂബിൽ വീഡിയോ ഇടുന്നത്. അപ്പൊ നമുക്ക് പഠിക്കാനുള്ള അത്രയും അവസരമാണ്. അപ്പൊ ഈ കുട്ടീനെ നമുക്ക് മനസ്സിലാക്കേണ്ടതാണ്. കുട്ടിയെ നമുക്ക് വിമർശിക്കുന്നതിനുപരി നമ്മൾ എന്താക്കണം, ഇങ്ങനൊരു ഓപ്പർച്യൂണിറ്റി ആ കുട്ടി ഉപയോഗിച്ചു, അപ്പൊ നമുക്ക് ഉപയോഗിക്കാനുള്ള അവസരം ഇവിടെ ഉണ്ട്. അതിനുള്ള എന്താ പറഞ്ഞ അതിന് ഇഷ്ടംപോലെ വീഡിയോസ് ഉണ്ട്. അപ്പൊ വീഡിയോസിന്റെ നമ്മളൊരു ഒരു ഒരു ലൈബ്രറി പോയ മാതിരിയാ. അപ്പൊ നമുക്ക് എന്താ ആവശ്യമുള്ളത് അത് നമുക്ക് എടുക്കാൻ പഠിക്കാന്നുള്ളതാണ്. ഓക്കെ, ഇപ്പൊ എനിക്ക് കുക്ക് ചെയ്യാൻ അറിയണം, പക്ഷെ ഞാനൊരു ലൈബ്രറിയിൽ ഉണ്ട്, കുക്ക് ചെയ്യാനുള്ള പുസ്തകം ഇവിടെ ചുറ്റുമുണ്ട്, ഞാനത് കാണുന്നില്ല. എന്നെ ആരെങ്കിലും പഠിപ്പിക്കോ, കുക്കിംഗ് ആരെങ്കിലും പഠിപ്പിക്കോ എന്ന് ചിന്തിക്കുന്ന പ്രശ്നം വരുന്നത്. നമുക്ക് ആവശ്യമുള്ളത് നമ്മൾ പരിധിയെടുക്കാനുള്ള ഒരു ലൈബ്രറി ആയിട്ട് നമ്മൾ യൂട്യൂബിനെ കാണുക. അപ്പോൾ കരിയറിൽ എന്തെങ്കിലും ചെയ്യണം എന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ, എവിടെയെങ്കിലും എത്തണം എന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ, എന്തെങ്കിലും പോരായ്മ നമ്മളെ ലൈഫിലുണ്ടെന്ന് തോന്നുന്നുണ്ടെങ്കിൽ അത് ഫുൾഫിൽ ചെയ്യാനുള്ള ഏറ്റവും വലിയൊരു മാർഗമാണ് യൂട്യൂബ്. യൂട്യൂബ് എന്നല്ല, ഈ ടെക്നോളജി നമ്മളെ ആവശ്യങ്ങൾക്ക് നല്ല വൃത്തിക്ക് ഉപയോഗിക്കാൻ പറ്റട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ഓക്കെ, ബൈ.